ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാ നേരത്തും ഞാൻ വ്ളോഗ് എടുത്ത് വരും ഉറപ്പാണ്. ഉച്ചയായി പോയി. ഉച്ചയെന്ന് പറയുമ്പോൾ എല്ലാവരും രാവിലെയാണ് വ്ളോഗ് എടുക്കുക. ഞാൻ ഉച്ചയ്ക്ക് എടുക്കുള്ളൂ. ബിക്കോസ് എനിക്കത് പണിയാണ്. അപ്പോൾ നമുക്ക് ചോറ് വയ്ക്കാം. ചോറ് വയ്ക്കാന്ന് പറയുമ്പോൾ നേരമില്ല, അമ്മയ്ക്ക് പണിയുണ്ട്. അപ്പോൾ കുറച്ച് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ വാവ്, ഇന്ന് നമുക്ക് സ്കൈനെ അത്രയും കാണാൻ ഭംഗിയില്ല. ഞാൻ കഴിഞ്ഞാട്ട് സ്കൈ കാണിച്ചത്. അധികം ഭംഗിയൊന്നുമില്ല, കഴിഞ്ഞാട്ടത്തെ പോലെ. വാ, കുള്ളി കയറാം. എനിക്ക് ഫസ്റ്റ് ഒന്ന് പാറ്റി മാറ്റണം അതിൽ ഏർപ്പെടുത്തിട്ട്, അല്ലെങ്കിൽ എനിക്ക് പണി ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടാവില്ല. അത് ഫോണിൻ്റെ അവസ്ഥയാണത്. പാട്ടിട്ടുണ്ട്, കാണാൻ പറ്റുന്നില്ല. നമുക്ക് മറ്റൊരു തരാം. ഫുൾ ഓൺ ബൈക്ക്. അപ്പോഴേക്കും പോയി. ആകെ 60 ചാർജ്. അതാ അപ്പുറത്തുനിന്ന് എൻ്റെ കോരയുടെ വിളി കേൾക്കാം. അത് ശ്രദ്ധിക്കാം. ഒക്കെ എൻ്റെ ഫോണിൻ്റെ പ്രോബ്ലമായി. ഇതൊന്നും വരുന്നത് എനിക്ക് തോന്നില്ല. ഫുൾ ഓൺ ബ്ലാങ്കായി. വരില്ല. കുറേ നേരമായി കോരിയുടെ വെളി. നമുക്ക് മുട്ട ഉണ്ടോന്ന് പോയി നോക്കിയിട്ട് തരാം. ഈ കയറാൻ കൂടി ഇഷ്ടമില്ല അതിൻ്റെ ഉള്ളിൽ. എന്നാലും കയറിയിട്ട് വരാം. ഇൻട്രോ നോക്കാമല്ലോ. ഓ വേണ്ട, ഓക്കെ. ഇതൊക്കെ ഞാൻ ചെയ്ത പണിയാണ്. ചെവിയിൽ ഹെഡ്ഫോൺ ഉള്ള കാര്യം ഞാൻ പിന്നെ ഒന്നും സംസാരിച്ചില്ല. ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ പോയതാണ്. അപ്പോൾ നമുക്ക് ലെമൺ ജ്യൂസ് കൂടി കുടിക്കാമല്ലോ. പക്ഷെ കുടിച്ചപ്പോൾ എൻ്റെ ലിപ്സ് ഒന്ന് വേറെ ഇപ്പോൾ ഈ ഫിൽറ്റർ മനസ്സിലായി. പകുതി വീട്ടിൽ ഞാൻ മിണ്ടുന്നില്ല. കാരണം പറയട്ടെ, ചെവിയിൽ ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ മിണ്ടാനാ. സോ ഇനി തല്ലുകൂടി ഞങ്ങൾ. അപ്പോൾ ഓഫ് ആയിരുന്നത് ഈ മിഠായി, ഈ ഒരു ചെറിയ മിഠായി തിന്നാൻ വേണ്ടി ഞാൻ തല്ലുകൂടി. സോ ഇപ്പോൾ നമുക്ക് തിന്നാം. ഹാഫ് ഒന്ന് 4 ഉണ്ടാകും. അതൊക്കെ തിന്നു കഴിഞ്ഞാൽ ലാസ്റ്റത്തെ പീസ. സോ ഗൈസ്, നമുക്ക് അമ്മയോട് ചോദിക്കാൻ പിന്നെ എന്തിട്ടാ പ്രത്യേകത? എന്തിട്ടാ? ഞാൻ ഉറക്കമീൻ ഉണ്ടാക്കും. പിന്നെ ഉണ്ട് സോയാബീൻ. ഓ, ഇത് ഞാൻ കഴിക്കില്ല, എനിക്ക് ഇഷ്ടമല്ല സോയാബീൻ. വേണ്ട, ഇവരുണ്ട് സോയാബീൻ. ഇത് തിന്നോ? പിന്നെ മീനുണ്ട്. വേണ്ട, അത് വേണ്ട. വേണ്ടത് വേണ്ട, നീ കഴിക്കണമെന്ന് വേണ്ട. ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. വേണ്ടത് വേണ്ട, നീ ഒന്നും കഴിക്കണണ്ട. ഞാൻ കഴിക്കും, ഞാൻ സോയാബീൻ കഴിക്കും. വേണ്ട, ഒന്നും വേണ്ട. ഞാൻ സോയാബീൻ കഴിക്കും. എനിക്കിത് ഇഷ്ടമല്ല.
ഇനി എന്താ പണി എന്തിട്ടാണെന്നറിയോ? വട്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഇപ്പോൾ കുളിച്ചിട്ട് വന്നിരിക്കുകയാണ്, വൈകുന്നേരമായി. അപ്പോൾ നമുക്കിന്ന് മുളക് പൊട്ടിക്കാം. ഞാൻ പൊട്ടിക്കില്ല, എൻ്റെ മദർ ഫുഡ് പൊട്ടിക്കുള്ളൂ. ഞാൻ പൊട്ടിച്ചാൽ ശരിയാവില്ല. വായോ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനെങ്ങനെയെങ്കിലും പൊട്ടിക്കുകയാണെങ്കിൽ അമ്മ പറയും അപ്പുറത്തെ ചെടിയിൽ നിന്നും പൊട്ടിക്കഴിഞ്ഞില്ല, ഇപ്പോഴത്തെ ചെടിയിൽ നിന്ന് പൊട്ടിക്കഴിഞ്ഞില്ലേ, നമുക്ക് അമ്മേനെ കൊണ്ട് തന്നെ പൊട്ടിക്കാം. അത് ശരിയാണോ? നമുക്ക് ഇത് പുറത്തേക്ക് വാങ്ങിക്കാൻ ആവശ്യമില്ല. നമ്മളെ വീട്ടിൽ കുറച്ച് ഉണ്ടാവും നമുക്ക് ആവശ്യത്തില്ല. ആണോ? അന്നെടുത്തോ. അത് നമുക്ക് പുറത്തേക്ക് വാങ്ങിക്കണം. പക്ഷേ ഇത് വല്ല മിഠായാലോ? ആ, മിഠായി കഴിച്ചോ? വേണ്ട, എന്ത് ഭംഗിയാ കാണാൻ. ഇതാണ് എന്താ വേറെ കുരുപ്പാനീറ്റി. ഇതാണ് നമ്മളെ മിരിക്കി കുട്ടി. യെസ്, ഇതിപ്പോ കുളിച്ചിട്ട് ചന്ദനമൊക്കെ ഇട്ട് വല്ലാത്ത ഭക്തിയായിട്ടുണ്ട്. സൂം ചെയ്ത് കാണിച്ചു തരാം. കാണാൻ നല്ല ഭംഗിയാ, പക്ഷെ തിന്നാൻ പറ്റിയതേ ഉള്ളൂ. ഇത് മാത്രല്ല, ഇനിയുണ്ട്, ഞാൻ അവിടെ കാണിച്ചു തരാം. എവിടെ? ശംഖുപുഷ്പം. ഇവിടെ നിങ്ങൾ ഒരെണ്ണം കാണുള്ളൂ. രാവിലെ എൻ്റെ നിറച്ച് കാണാം. ഇത് അമ്മ പൊട്ടിച്ച് ഇവിടെ പൂജ ചെയ്യും. സോ ദാറ്റ്സ് നല്ലൊരു ഭംഗിയായിട്ട് പൂവുണ്ട്. നിങ്ങൾ ആവശ്യമുണ്ടത് കമൻറ്റ് ചെയ്യുമല്ലോ കേട്ടോ. കാശ നിങ്ങൾ ആവശ്യമുണ്ടാവത് കമൻറ്റ് ചെയ്യാം. എന്നാൽ പാർസലായിട്ട് നിങ്ങൾ അഡ്രസ്സിൽ ഇട്ട് തരാം. കൊറിയർ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ ലൈക്ക് കമൻറ്റ് ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട. പൊട്ടിച്ചട്ടെ? വേണ്ട കണ്ട ഗൈസ്, ഒന്നുകൂടി കാണിച്ചേ. പൊട്ടിച്ചോട്ടെ? വേണ്ട, പൊട്ടിക്കില്ല. ഇതെന്താ നമ്മുടെ ഒക്കെ കൃഷിയുള്ള കാര്യങ്ങളാണ്. അമ്മ കാണില്ലല്ലോ, നമുക്ക് പൊട്ടിക്കാം. സോ പൊട്ടിക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ നമുക്ക് വേറെ സ്ഥലത്ത് പോകാം. ഞാൻ കുളിച്ചിരിക്കാൻ കാരണം എൻ്റെ മുടി ശരിയല്ല. അപ്പോൾ അടുത്ത ലൊക്കേഷൻ ഞങ്ങളുടെ ഇതെന്തൊക്കെയല്ല നിങ്ങൾക്ക് അറിയോ? ഏത്? അറിയാം, നിങ്ങൾ കമൻറ്റ് ചെയ്തോല്ലോ കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ മുളകിനെ. അപ്പോൾ ഇത് പൊട്ടിക്കാൻ പോകണം. ഇതൊക്കെ കാണുമ്പോൾ അല്ലാത്ത ചതി. ഞാൻ മൊത്തം പൊട്ടിക്കില്ല, കുറച്ചേ ഉള്ളൂ. പൊട്ടിച്ചോ? വരും പൊട്ടിച്ചോ? ഇല്ല, മൊത്തം പൊട്ടിക്കാൻ പാടില്ല. കുറച്ച് പൊട്ടിക്കണല്ലോ. കാണിക്കുന്നത് നോക്ക്. കാണിക്കുന്നവരുണ്ടല്ലോ, ഇഷ്ടപോലെ ഉണ്ട്. അതാ പറഞ്ഞത്. കണ്ട, ഞങ്ങൾക്ക് ഒരു പൂടെ മുളക് കാണിച്ചു തരാമേ. കണ്ട, ഇതൊക്കെ ഒരു ഫ്രൂട്ടിൻ്റെ പോലെയാണ്, പക്ഷെ കഴിക്കാൻ പറ്റില്ല എന്നുള്ളൂ. ഞാൻ പിടിക്ക്. ഇനി ഞാൻ അത്ര പൊട്ടിച്ചു. ഇനി ഇത് മതി. പിന്നെ ഇത് മാത്രമല്ല, ഇനി വേറെ എന്താ പറഞ്ഞേ? നമുക്ക് മുളകിൻ്റെ അച്ചാറിടാം. കഴിഞ്ഞ വീട്ടിൽ കാണിച്ച പോലെ തന്നെ ഇതൊക്കെ നമ്മുടെ കൃഷി. അപ്പുറത്ത് പൊട്ടിക്കാൻ പോയി. അപ്പോൾ നമുക്കും പോവാം. അരി കുറച്ച് ശരിയല്ല. മുളകാരും കഴിക്കില്ല, ഒരു മാസം പോവും. ആ കഴിച്ചോ. വെണ്ടക്കില്ല, വെണ്ടക്കയുടെ ചെടി ഭയങ്കര വലുതായിട്ടുണ്ട്, പക്ഷെ വെണ്ടക്കില്ല. അതുപോലെ തന്നെ പപ്പയും ഇല്ല അവിടെ, ചെടി മാത്രമേ ഉള്ളൂ. ഗൈസ്, നമുക്ക് കുറച്ച് പുല്ല് പറിക്കാൻ പോവാം. ലൈക്ക് ദിസ് വൺസ്. വാവ്, ഇതൊക്കെ പൊട്ടിച്ചെടുത്തു. പുല്ല് പറിക്കാൻ പോയാ ഇതും കൂടി പറിച്ചിട്ട് മണ്ണും കൂടി ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് നല്ല പാവം കോഴിയായിട്ട് കൊടുത്തു തരാം. ആകെ ഇത്രയേ ഉള്ളൂ. അവിടെ 20 കോഴി. വരാം. എന്നിട്ടാ ഓക്കെ. കണ്ട നമ്മളെ വീട്ടിൽ ഒരു മിനിറ്റ്. ആ കണ്ട നമ്മളെ വീട്ടിൽ മുളക് മാത്രല്ലേ, കോവയ്ക്കുണ്ട്. കോവയ്ക്കല്ല, ഇത് കൈപ്പയ്ക്ക. ആ, കൈപ്പയ്ക്ക. കോവയ്ക്കൊക്കെ എപ്പോൾ ചത്തതല്ല, നശിച്ചു പോയിന്ന് പറയാം. ആ, ശരി, സോറി. ഇവിടെ മുളകിന്റെ ചെടി അത് പൊട്ടിക്കില്ല. അവിടെ ഇരുന്നോട്ടെ. ഇതിനെ പൊട്ടിച്ചു, കയ്യിലുണ്ട്. എന്തോ ഇത് ഭഗവാനെ.
കണ്ട ഞാൻ അത്ര മുളക് പൊട്ടിച്ചിട്ടുണ്ട്. ഈ മുളക് നിങ്ങൾക്ക് ഇഷ്ടമാണോ? എൻ്റെ വീഡിയോയിൽ നന്നായി കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ കൊറിയറായിട്ട് സബ്സ്ക്രൈബ് തന്നെ ചെയ്യണം. പിന്നെ ഞാൻ ഇത് നിങ്ങൾക്ക് കൊറിയർ ചെയ്യാം. മുളക് പിന്നെ ആവശ്യമുള്ള പുറത്തുള്ള നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും. പിന്നെ ഹിന്ദിക്കാരാൾ കാണിക്കണോ ഹിന്ദിയിൽ കമൻറ്റ് ചെയ്യുന്ന വേണ്ട, ഇംഗ്ലീഷിൽ ചെയ്യാൻ നമുക്ക് മനസ്സിലാവും കേട്ടോ. ബംഗാളി ആയാലും ആകാശം കാണിച്ചു തരാം വീണ്ടും. വരാം. നല്ല ചെടിയാണ് ഇത്, പൂച്ചെടിയാണ്. മറ്റേ പൂ വരും. പിന്നെ അവരുണ്ട് വെണ്ടക്കായ ഉണ്ട്, അതെല്ലാം കാണിച്ചു. ഇത് ചീര ഉണ്ട്, എല്ലാം ഉണ്ടോ. ചീര പറയണ്ട, ചീര ഫുൾ ചീര. വരാം. അപ്പോൾ ഗൈസ് പറഞ്ഞ പോലെ ഒന്ന് നമുക്ക് ഇത് കൊടുത്തിരായിരുന്നു കോഴിനെ. നടത്തോ എനിക്ക് കോഴികൾ അധികം ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ അവിടെ നിൽക്കില്ല. എനിക്ക് മണം ഇഷ്ടമല്ല. കുറേ നേരം ഇവിടെ ചെരുപ്പ് കാണിക്കാൻ പറയണത്. ഈ ചെരുപ്പ് അവളുടെ ഒന്നുമല്ല, 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വാങ്ങിയ ചെരുപ്പ് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ആ ചെരുപ്പ് ഇട്ട് ഷോ ഇറക്കണത്. അത് ഉച്ചയ്ക്കാണെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നീട് വ്ളോഗ് എടുക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ വിളിച്ചോണ്ടത്. അത് ഞാൻ കുളിച്ച് മുടി വരാൻ തുടങ്ങിയിട്ടില്ല. ഒരു സുഖമില്ല മുടിനെ കാണാൻ. എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് ശംഖുപുഷ്പം പൊട്ടിച്ചിട്ട് എപ്പോഴും തലയിലിടാം. ക്യാമറയിൽ പെട്ടില്ല, അപ്പോൾ ഞാൻ പൊട്ടിച്ചു. പറഞ്ഞോ. കഴിഞ്ഞിട്ടിട്ട് ബ്ലോഗിൽ ഞാൻ ഇങ്ങനെ ഒന്ന് ശംഖുപൂജ വെച്ചിട്ട് എന്തോ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് തലയിൽ ഇരിക്കൂല മര്യാദയ്ക്ക്. കണ്ട എനിക്ക് അപ്പോൾ നോക്കിയാലും ആകാശത്തിന് വീടെടുത്തിരിക്കണം. എനിക്കെന്തോ ഭംഗി. അപ്പോൾ ഗൈസ് ഞാൻ അടുത്ത വട്ടം ഒരു പുതിയ വ്ളോഗായി വരാം. അടുത്ത ഞായറാഴ്ച, എല്ലാ ഞായറാഴ്ച നിങ്ങൾക്ക് വേണ്ടി വ്ളോഗ് കൊണ്ടുവരും. കുറേ മിനിറ്റായി. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഇനി അടുത്ത വീഡിയോ കാണാം.